everyone. എടാ നിങ്ങൾക്ക് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ ലെറ്റർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് ലെറ്റർ ആണ് ചോദിക്കാറുള്ളത്, ഇൻഫോർമൽ ലെറ്ററും അതുപോലെ തന്നെ ഫോർമൽ ലെറ്ററും. സോ ഇതിന്റെ രണ്ടിന്റെയും ഫോർമാറ്റ് ഇന്നത്തെ ഒരു വീഡിയോയിലോട് കൂടി നമ്മൾ സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ്. സോ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പം മിസ് വെറും ഒരു ഫോർമാറ്റ് അല്ല പറയുന്നത്, നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ എന്തൊക്കെ ഫ്രേസസ് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് കൺക്ലൂഷൻ ആകുമ്പോൾ എന്തൊക്കെ വേർഡ്സ് യൂസ് ചെയ്യാം, ഏതൊക്കെ സെന്റൻസുകൾ യൂസ് ചെയ്യാം. ഇനി ഫോർമൽ ലെറ്റർ ആണെങ്കിൽ തന്നെ പലതരത്തിലുള്ള ഫോർമൽ ലെറ്റർ ഉണ്ട് അല്ലേ. സോ ഇതിനൊക്കെ ഏതൊക്കെ സെന്റൻസുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇത്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. സോ ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക ആൻഡ് ഈ ഒരു വീഡിയോ ഫുള്ള് നിങ്ങൾ കാണുക കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ആണ് ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ. എടാ എന്താണ് ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇൻഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഫോർമൽ അല്ലാതെ എഴുതുന്ന ലെറ്റർ, അതിനെയാണ് നമ്മൾ ഇൻഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. സോ നമുക്ക് പേഴ്സണൽ ആയിട്ട് നമ്മൾ എഴുതുന്ന ഹായ് ഡിയർ, ഹായ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി എഴുതുന്ന ലെറ്ററാണ് ഇൻഫോർമൽ ലെറ്റർ. അപ്പൊ നേരെ തിരിച്ച് ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഏതെങ്കിലും ഓർഗനൈസേഷനോ ജോലി ആവശ്യത്തിനോ ആർക്കെങ്കിലും ഫോർമൽ ആയിട്ട് കത്തയക്കാനോ ലെറ്റർ ടു ദ എഡിറ്ററോ ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ഫോർമൽ ലെറ്റർ എന്ന് പറയുന്നത്. സോ ഇൻഫോർമൽ ലെറ്ററിനും ഫോർമൽ ലെറ്ററിനും ഫോർമാറ്റിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണുള്ളത്. സോ അത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇതാണ് ഇൻഫോർമൽ ലെറ്ററിന്റെ ഒരു ഫോർമാറ്റ്. ഇപ്പൊ ഇത് നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഇങ്ങനെയാണ് ഉണ്ടാവുക. സോ അതിൽ ഓരോ സൈഡിലും എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കറക്റ്റ് ഫോർമാറ്റ് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിക്കേ, ഫസ്റ്റ് ഇൻഫോർമൽ ലെറ്റർ ആകുമ്പോൾ ഫ്രം അഡ്രസ് ആണ് വേണ്ടത്. ആരാണോ കത്ത് എഴുതുന്നത് അവരുടെ പേരും അഡ്രസ്സും. ഓക്കെ, കത്ത് അയക്കുന്നവർ അല്ലെങ്കിൽ കത്ത് എത്തിച്ചേരുന്നവരുടെ അല്ലെങ്കിൽ റിസീവറുടെ പേരും അഡ്രസ്സും എവിടെ വേണ്ട ആവശ്യമില്ല, നമ്മുടെ ഇൻഫോർമൽ ലെറ്ററിൽ വേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഫ്രം അഡ്രസ് എഴുതാം, ഡേറ്റ് എഴുതണം. ആൻഡ് സല്യൂട്ടേഷൻ നമ്മൾ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുക? സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ഗ്രീറ്റ് ചെയ്യുന്നതാണ്. ഡിയർ ഫ്രണ്ട് അല്ലെങ്കിൽ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മൈ ഡിയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സല്യൂട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഒരു ഇൻഫോർമൽ ലെറ്ററിന്റെ ബോഡി പാരഗ്രാഫ് എങ്ങനെയാ തുടങ്ങാം? ഇൻട്രൊഡക്ഷൻ, hope you are well and I was just thinking about you and wanted to write how is your life going, I wanted to tell you an important thing എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്ന് വെച്ചാൽ കാഷ്വൽ സ്റ്റാർട്ടിംഗ് ആണ്. എത്ര കാലമായി കണ്ടിട്ട്, എങ്ങനെയുണ്ട് ജീവിതം, അടിപൊളിയായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി സബ്ജക്റ്റോ അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ ആണ്. എന്താണോ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, സബ്ജക്റ്റിൽ എഴുതാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് അവരെ ഇൻഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, അതിനായിരിക്കും നമ്മളോട് ലെറ്റർ എഴുതാൻ പറയാം. സോ ആ ഒരു ടോപ്പിക്ക് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്ജക്റ്റ് ആയിട്ട് എഴുതാം. ഇനി കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് എങ്ങനെയൊക്കെ കൺക്ലൂഡ് ചെയ്യാം? ഐ എം കൺക്ലൂഡിങ് മൈ വേർഡ്സ് നൗ ബട്ട് ഐ ഹോപ്പ് ടു ഹിയർ ഫ്രം യു സൂൺ, അല്ലെങ്കിൽ ടേക്ക് കെയർ, ഐ കാൺട്ട് വെയിറ്റ് ടു ഹിയർ ഓൾ യുവർ ന്യൂസ് അൺടിൽ ദെൻ ടേക്ക് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ആൻഡ് ക്ലോസിംഗ് ആയിട്ട് എന്ത് കൊടുക്കാം? യുവേഴ്സ് ട്രൂലി, ലവിംഗ്ലി, ബെസ്റ്റ് റിഗാർഡ്സ്, വിത്ത് ലവ്, ടേക്ക് കെയർ, യുവേഴ്സ്, വാം വിഷസ്, സിൻസിയർലി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ലെറ്റർ നമുക്ക് എൻഡ് ചെയ്യാം. അതിൻ്റെ അവസാനം നിങ്ങളുടെ സിഗ്നേച്ചറും ആരാണോ ലെറ്റർ എഴുതുന്നത് അവരുടെ പേരും കൂടി എഴുതിയാൽ ഇൻഫോർമൽ ലെറ്റർ സെറ്റാണ്. സോ ഇത്രയേ ഉള്ളൂ ഇൻഫോർമൽ ലെറ്റർ. സിമ്പിളാണ്. നമുക്ക് എന്താണോ ക്വസ്റ്റ്യനിൽ പറയാനുള്ളത് അത് ഈ നടുവിലായിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ മതി. റെഡി? പക്ഷേ ഫോർമൽ ലെറ്റർ ആകുമ്പോൾ കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് അറിയാറുണ്ട്. എന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ, പല ടൈപ്പ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് കൺക്ലൂഷൻ ഉണ്ടാവും. ഇപ്പോൾ ജോബിനാണെങ്കിൽ വേറെ ടൈപ്പാണ് ഇൻട്രൊഡക്ഷൻ ഉണ്ടാവുക, കൺക്ലൂഷൻ വേറെയാണ് ഉണ്ടാവുക. സോ ഫോർമൽ ലെറ്ററിന് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം കേട്ടോ. സോ ഫോർമൽ ലെറ്റർ നമ്മൾ പറഞ്ഞതുപോലെ ഫ്രം അഡ്രസ്സും വേണം, ഡേറ്റും വേണം, ടു അഡ്രസ്സും വേണം. ആർക്കാണോ നമ്മൾ കത്ത് അയക്കുന്നത് അവരുടെ പേരും അഡ്രസ്സും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യണം. ഇനി സല്യൂട്ടേഷൻ വേണം അല്ലേ. സല്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഡിയർ എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ റെസ്പെക്റ്റഡ് സർ അല്ലെങ്കിൽ മാഡം എന്നൊക്കെ പറഞ്ഞിട്ട് വേണം നമ്മുടെ സല്യൂട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഫോർമൽ ലെറ്ററിൽ വേണ്ട ഒരു കാര്യമാണ് സബ്ജക്റ്റ് എന്നുള്ളത്. അപ്പം നമ്മൾ ഇമെയിൽ അയക്കുമ്പോഴും നിർബന്ധമായിട്ട് വേണ്ട ഒരു കാര്യമാണ് അല്ലേ. അതിനിപ്പോൾ എന്തായാലും നമ്മൾ സബ്ജക്റ്റ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. സോ സബ്ജക്റ്റ് എന്നുള്ളത് ഈ ഫോർമൽ ലെറ്ററിന് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇനി ഇൻട്രൊഡക്ഷൻ പല രീതിയിൽ നമുക്ക് എഴുതാം. ഇപ്പം എന്തെങ്കിലും ജനറൽ ഇൻക്വയറീസ് ആണ് നമ്മൾ ചോദിക്കുന്നത് എങ്കിൽ, എന്തെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ പറ്റിയിട്ട് ഇൻക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അന്വേഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? എല്ലാത്തിനും 3 സെൻറ്റൻസ് വീതം മിസ് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഐ ഹോപ്പ് ദിസ് മെസ്സേജ് ഫൈൻഡ്സ് യു വെൽ, ഐ എം റൈറ്റിംഗ് ടു ഇൻക്വയർ അബൌട്ട് എന്ന് പറഞ്ഞിട്ട് ആ ടോപ്പിക്ക് എന്താണെന്ന് എഴുതാം. ഇനി സെക്കൻഡ് എന്താ, ഐ എം റീച്ചിങ് ഔട്ട് ടു റിക്വസ്റ്റ് ഫർദർ ഇൻഫോർമേഷൻ റിഗാർഡിംഗ്, ഓക്കെ, അല്ലെങ്കിൽ ഐ ആം റൈറ്റിംഗ് ടു സീക്ക് ക്ലാരിഫിക്കേഷൻ ഓൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻക്വയറിക്ക് ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഫോർ ജോബ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണെങ്കിലോ, ഐ ആം റൈറ്റിംഗ് ടു എക്സ്പ്രസ് മൈ ഇൻട്രസ്റ്റ് ഇൻ ദ ജോബ്, ഏതാണ് പൊസിഷൻ, ഏതാണ് ആൻഡ് ഏത് അഡ്വർടൈസ് പ്ലാറ്റ്ഫോമിലാണ്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആസ് അഡ്വർടൈസ്ഡ് ഓൺ ന്യൂസ് പേപ്പറിനോ അല്ലെങ്കിൽ ഹിന്ദു പേപ്പറിനോ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം.
and I am writing to formally apply for the job title ഏതാന്ന് എഴുതാം as I believe my skills and experience align with your requirements. ഇനി third, please accept this letter as my application for the position of dash at കമ്പനി ഏതാന്ന് എഴുതാം. ഓക്കെ, സോ ജോബ് ആപ്ലിക്കേഷൻ ആകുമ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്തത് നോക്കിയേടാ, കംപ്ലൈൻറ്റ്സ് അല്ലെങ്കിൽ കൺസേൺസ് അറിയിക്കാനാണെങ്കിലോ ഐ എം റൈറ്റിംഗ് ടു എക്സ്പ്രസ് മൈ കൺസേൺ റിഗാർഡിംഗ് ഏതാന്ന് എഴുതാം. അല്ലെങ്കിൽ ഐ വിഷ് ടു ഫോർമലി ബ്രിങ് ടു യുവർ അറ്റൻഷൻ ആൻഡ് ഇഷ്യൂ ഐ ഹാവ് എൻകൗണ്ടർഡ് വിത്ത് എന്ന് പറഞ്ഞിട്ട് ഏതാണോ കംപ്ലൈൻറ്റ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ഐ ആം റീച്ചിങ് ഔട്ട് ടു അഡ്രസ് എ മാറ്റർ ഓഫ് കൺസേൺ റിഗാർഡിംഗ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. അപ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കൺസേൺസോ അറിയിക്കാനാണെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ അടുത്തത് നോക്കിക്കോ, ഇനി ഒരു ഫോർമൽ ഇൻവൈറ്റേഷൻ ആണ്. അപ്പോൾ എന്തെങ്കിലും ഇനോഗ്രേഷനോ കാര്യങ്ങൾക്കൊക്കെ ആരെങ്കിലും നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിലോ ഓൺ ബിഹാഫ് ഓഫ് ഏതാണ് ഓർഗനൈസേഷൻ ഐ ആം പ്ലീസ് ടു ഇൻവൈറ്റ് യു എന്ന് പറഞ്ഞിട്ട് ഏത് ഇവന്റ് അല്ലെങ്കിൽ ലൊക്കേഷൻ ആണ് എന്ന് നിങ്ങൾക്ക് പറയാം. സോ ഐ ആം റൈറ്റിംഗ് ടു ഫോർമലി ഇൻവൈറ്റ് യു ടു അറ്റൻഡ് എന്ന് പറഞ്ഞിട്ട് ഇവന്റ് നെയിമും ഡേറ്റും കൊടുക്കാം. ഇറ്റ് ഈസ് മൈ പ്ലഷർ ടു എക്സ്റ്റെൻഡ് ആൻഡ് ഇൻവിറ്റേഷൻ ടു യു ഫോർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. സോ ഫോർമൽ ഇൻവിറ്റേഷൻസ് ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ ഫോർ എക്നോളജ്മെന്റ് ഓർ ഗ്രാറ്റിറ്റ്യൂഡ്, എന്തെങ്കിലും നന്ദി അറിയിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ അച്ചീവ്മെന്റ്സിന് ആശംസകൾ അറിയിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഐ ആം റൈറ്റിംഗ് ടു എക്സ്പ്രസ് മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ എന്ന് പറഞ്ഞിട്ട് ഏതാന്ന് കൊടുക്കാം. ഐ വുഡ് ലൈക്ക് ടു അക്നോളജ് ആൻഡ് താങ്ക് യു ഫോർ എന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക് ആക്ഷൻ എന്താണ് കോൺട്രിബ്യൂഷൻ അവർ നൽകിയത്, അവരുടെ അച്ചീവ്മെന്റ്സ് എന്താണ് അത് കൊടുക്കാം. ആൻഡ് ഐ എം റൈറ്റിംഗ് ടു ഫോർമലി റെക്കഗ്നൈസ് യുവർ എഫേർട്സ് ഇൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. സോ ഇങ്ങനെയാണ് ഒരു അക്നോളജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ അറിയിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഫോർമൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇനി കൺക്ലൂഷൻ ആണെങ്കിൽ ഇതേപോലെ തന്നെ ഓരോ ലെറ്റേഴ്സിനും പല രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. മിസ് വീണ്ടും പറയാണ്, 3 സെന്റൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് തോന്നുന്നത് അത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. I look forward to your response at your earliest convenience. അല്ലെങ്കിൽ thank you for your time and assistance. Please feel free to contact me if you require further information. General inquiries ആണെങ്കിലാണ്. I appreciate your attention to this matter and look forward to hearing from you soon. എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി ജോബ് ആപ്ലിക്കേഷൻ ആണെങ്കിലോ thank you for considering my application. I am eager to discuss how my skills align with the requirements of the role. അല്ലെങ്കിൽ I look forward to the opportunity to interview and further discuss how I can contribute to our team. അല്ലെങ്കിൽ please do not hesitate to contact me if you need any additional information or documents. ഓക്കെയാണ്. ഇനി ഫോർ കംപ്ലൈൻറ്റ്സ് ആൻഡ് കൺസേൺസ് ആണെങ്കിലോ താങ്ക് യു ഫോർ യുവർ പ്രോംപ്റ്റ് അറ്റൻഷൻ ടു ദിസ് മാറ്റർ ആൻഡ് ഐ ട്രസ്റ്റ് ഇറ്റ് വിൽ ബി റിസോൾവ് സൂൺ. അല്ലെങ്കിൽ ഐ അപ്രിഷിയേറ്റ് യുവർ ടൈം ഇൻ അഡ്രസ്സിംഗ് ദിസ് ഇഷ്യൂ ആൻഡ് ലുക്ക് ഫോർവേഡ് ടു a swift resolution. And please feel free to contact me if you need any further details or clarification. In invitation ആണെങ്കിലോ I look forward to your positive response and hope to see you at the event. And please let me know if you require any additional information or assistance regarding the event. Thank you and I hope you can join us for the special occasion. ഇതൊക്കെയാണ് ഇൻവിറ്റേഷൻസ്. ഇനി ക്ലോസിംഗ് എന്താണ്? നമ്മൾ ഇൻഫോർമൽ ലെറ്ററിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സിൻസിയർലി അല്ലെങ്കിൽ ബെസ്റ്റ് റിഗാർഡ്സ്, യു ആർ ഫെയ്ത്ത്ഫുള്ളി, യു ആർ ട്രൂലി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ലെറ്റർ ക്ലോസ് ചെയ്യണം. എന്നിട്ട് സിഗ്നേച്ചറും ആൻഡ് വീണ്ടും ആരാണോ സെൻറ്റർ അവരെ നെയിം എഴുതി കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റും റെഡി. സോ ഈ ഒരു 2 ഫോമാറ്റും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് എക്സാമിന് ഫോമാറ്റിന് തന്നെ നമുക്ക് ഒരു 3/4 മാർക്കും നമുക്ക് അതിന് തന്നെ കിട്ടുന്നതാണ് അല്ലേ. ബാക്കി നമ്മൾ അതിൻ്റെ ഉള്ളിൽ എഴുതുന്ന കോണ്ടന്റ് ലാംഗ്വേജ് ഒക്കെ കറക്റ്റ് ആയാൽ തന്നെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു 2 ഫോമാറ്റും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക. സോ ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇനിയും വേണം, ഇനി ഇതിൻ്റെ നോട്ട്സ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ താഴെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റീൻ്റെ ലിങ്ക് ഉണ്ടാവും, അതിൽ ജോയിൻ ചെയ്യുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.